എല്ലാവർക്കും നമസ്കാരം. ഏകേനാമപി സുവൃക്ഷേണ പുഷ്പിതേന സുഗന്ധിന വാസിതം തവനം സർവം സുപുത്രേണ കുലം തഥാ. നമ്മുടെ സന്താനങ്ങളെക്കുറിച്ചാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്ന ആചാര്യൻ. അതായത് ഏകേനാമപി സുവൃക്ഷേണ പുഷ്പിതേന സുഗന്ധിന വാസിതം തദ്വനം സർവം. ഒരു വനത്തിനെ ഫുള്ളായിട്ട്, ഒരു വനത്തിനെ മൊത്തവും നല്ലപോലെ പുഷ്പിച്ച ഒരു വൃക്ഷത്തിന് സുഗന്ധപൂരിതമാക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നൽകുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് സുപുത്രേന, നല്ലൊരു പുത്രന് തൻ്റെ കുലത്തിനെ മുഴുവൻ നന്നാക്കുവാനോ അല്ലെങ്കിൽ സുഗന്ധപൂരിതമാക്കുവാനോ കഴിയുന്നതാണ്. കാരണം തൻ്റെ വംശപരമ്പര നിലനിർത്തേണ്ട അല്ലെങ്കിൽ തൻ്റെ കുടുംബപ്പേര് നിലനിർത്തേണ്ട കടമ തൻ്റെ മകനാണ്. ആ മകൻ എത്രമാത്രം നല്ലവനായിരിക്കണം, അല്ലെ എത്രമാത്രം ഉത്തരവാദിത്വം ഉള്ളവനായിരിക്കണം എന്നതാണ് ആചാര്യൻ ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൻ്റെ കുലമഹിമ മനസ്സിലാക്കി, അല്ലെങ്കിൽ തൻ്റെ ജന്മോപദേശം മനസ്സിലാക്കി, അതിനുശേഷം നല്ല വിദ്യാഭ്യാസം സമ്പാദിച്ച്, നല്ല തൊഴിൽ സമ്പാദിച്ച്, കൂടാതെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുജനങ്ങളുടെയൊക്കെ അനുഗ്രഹം സമ്പാദിച്ച് നല്ല വിവാഹം കഴിച്ച്, പിന്നെ അടുത്ത തലമുറയെ സൃഷ്ടിച്ച് വാർത്ത് ജീവിക്കേണ്ടവനാണ് ഒരു മകൻ എന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ അർഹനാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാകണം. നമ്മളിങ്ങനെ ഒരു ചൂണ്ടുവിരൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു കഴിയുമ്പോൾ 3 വിരൽ നമ്മുടെ നേർക്കാണ്, 1 വിരൽ മുകളിലോട്ടാണ്, ഈശ്വരനെ സാക്ഷിയാക്കിയാണ്. അപ്പോൾ ആ 3 തെറ്റുകളും നമ്മൾ തിരുത്തിയാൽ മാത്രമേ ഒരു തെറ്റ് നമുക്ക് ചൂണ്ടിക്കാട്ടുവാനായിട്ട് കഴിയുകയുള്ളൂ. നന്നായി വളരുക, നല്ല മകനായി വളരുക. നമസ്തേ.